ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 36-ാമത്തെ ആയത്ത്. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. എന്നാൽ അവർ ഇരുവരെയും ചെകുത്താൻ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. അങ്ങനെ അവരുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അവരെ അവൻ പുറത്താക്കി. നാം പറയുകയും ചെയ്തു, ഇറങ്ങിപ്പോവുക നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളാണ്. ഭൂമിയിലാണ് നിങ്ങളുടെ വാസസ്ഥലം. ഒരു നിശ്ചിത കാലം വരെയുള്ള ജീവിത വിഭവങ്ങളുമുണ്ടവിടെ. فأزلهما الشيطان عنها فأخرجهما مما كانا فيه. മിമ്മ എന്ന് മീമിനെ മണിച്ചുകൊണ്ട് ഗുന്ന ചെയ്തുകൊണ്ടാണ് ഓതിയത്. وَقُلْنَا اهْبِطُوا بَعْضُكُمْ لِبَعْضٍ عَدُوٌّ. ബഅ്ദുക്കും ലിബഅ്ദിൻ അദു. ലിബഅ്ദിൻ എന്നത് വളരെ വ്യക്തമായിട്ട് ഓതണം. വലകും ഫിൽ അർദി മുസ്തഖറുൻ വ എന്നത് കൂട്ടിച്ചേർത്ത് മണിച്ചുകൊണ്ട് മുസ്തഖറു വ എന്നാണ് ഓതിയത്. വമതാഉൻ ഇലാ ഹീൻ. മതാഉൻ ഇലാ വ്യക്തമായിക്കൊണ്ടാണ് ഓതേണ്ടത്. അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ നിന്ന് ആദമും ഇണയും നിഷ്കാസിതമായതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലായി വിന്യസിച്ചു കിടക്കുന്ന ഖുർആനിക വിവരണത്തിൻ്റെ തുടക്കമാണ് ഈ വചനത്തിൽ. ആദി പിതാവിനെയും മാതാവിനെയും വഴിതെറ്റിച്ചവനെ വിളിച്ചിരിക്കുന്നത് ശൈത്താൻ എന്നാണ്. ചെകുത്താൻ അതിൻ്റെ മലയാള ലിപ്യന്തരണമാണ്. ശൈത്വാനും അതിൻ്റെ ബഹുവചനമായ ഷയാത്വീനും കൂടി 88 തവണ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ദൂരെയാവുക, വഴിപിഴക്കുക എന്നീ അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഷീൻ, ത്വാ, നൂൻ അക്ഷരത്രയത്തിൽ നിന്നാണ് ശൈത്വാൻ നിഷ്പന്നമായിരിക്കുന്നത്. ദൈവിക കാരുണ്യത്തിൽ നിന്നും ദൂരെയാവുകയും വഴിതെറ്റുകയും ചെയ്തതുകൊണ്ടാവാം ഇങ്ങനെ പേര് വന്നത്. ഹിബ്രുവിലെ സാത്താൻ എന്ന പദത്തിൻ്റെ അറബി ലിപ്യന്തരണമായി ശൈത്വാൻ എന്ന് പ്രയോഗിച്ചതുമാവാം. ഹിബ്രുവിൽ സാത്താൻ എന്നാൽ എതിരാളിയെന്നോ കുറ്റാരോപകനെന്നോ ആണ് അർത്ഥം. പഴയ നിയമത്തിൽ 27 തവണയും പുതിയ നിയമത്തിൽ 35 തവണയും സാത്താൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആദാമിൻ്റെയും ഹവ്വയുടെയും കഥ വിവരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരിക്കൽ പോലും സാത്താൻ എന്ന പദമില്ല. ഖുർആനിലാകട്ടെ ആ കഥ പറയുന്നിടത്തെല്ലാം ശൈത്താൻ എന്ന് തന്നെയാണ് തിന്മകളിലേക്ക് മനുഷ്യരെ നയിക്കുന്നവനെ വിളിച്ചിരിക്കുന്നത്. ജിന്നുകളുടെ നേതാവായിരുന്ന ഇബ്ലീസ് മനുഷ്യരെ വഴിതെറ്റിക്കാൻ തുടങ്ങിയതോടെ ശൈത്താനായി മാറിയെന്നാണ് ഖുർആനിക വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാവുക. വഴിതെറ്റിക്കുന്നവരെല്ലാം ഖുർആനിൻ്റെ ഭാഷയിൽ ശൈത്താന്മാരാണ്. അത് മനുഷ്യരിൽ നിന്നുള്ളവരാണെങ്കിലും ജിന്നുകളിൽപ്പെട്ടവരാണെങ്കിലും. 114-ാം അധ്യായം 6-ാം സൂക്തം. എന്നാൽ അശൈത്താൻ എന്ന് പ്രത്യേകമായി എടുത്തു പറയുമ്പോൾ ഖുർആൻ പൊതുവെ ഉദ്ദേശിക്കുന്നത് ജിന്നുകളുടെ നേതാവായ ഇബ്ലീസിനെയാണ്. ദൈവകാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം അത് വേണ്ടെന്ന് വെച്ച അഹങ്കാരി, അവനാണ് യഥാർത്ഥ ശൈത്താൻ. അവനെ പിന്തുടരുന്നവരാണ് മറ്റു ശൈത്താന്മാരെല്ലാം. ആദമിനോടും ഇണയോടുമാണ് കനി തിന്നരുതെന്ന കൽപ്പന ലംഘിച്ചതും രണ്ടുപേരും കൂടിയാണ്. ഇരുവരെയും ചെകുത്താൻ ദൈവകൽപ്പനയിൽ നിന്ന് തെറ്റിച്ചുവെന്നാണ് ഖുർആൻ പറയുന്നത്. ഈ പരാമർശവും ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്നു സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉൽപ്പത്തി പുസ്തകം 3:7 എന്ന ബൈബിൾ പരാമർശവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്, അതുമൂലം നമ്മളെല്ലാം മരിക്കുന്നു. പ്രഭാഷകൻ 25:22 എന്ന ബൈബിൾ പരാമർശമാണ് യഹൂദ സമുദായത്തിലെ സ്ത്രീയുടെ സ്ഥാനം നിർണയിച്ചിരുന്നത്. എന്നെ മൃഗമായല്ല മനുഷ്യനായാണ്, പുരുഷനായാണ് സ്ത്രീയായല്ല, ഇസ്രയേലിയനായാണ് ജാതികളിൽപ്പെട്ടവനായല്ല, ചേലാകർമ്മം ചെയ്യുന്നവനായാണ് അല്ലാത്തവനായല്ല, സ്വതന്ത്രനായാണ് അടിമയായല്ല സൃഷ്ടിച്ചത് എന്നതിനാൽ നാഥ നിനക്ക് സ്തുതി എന്ന യഹൂദരുടെ പ്രഭാത പ്രാർത്ഥന
അവർക്കിടയിലെ സ്ത്രീയുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാം അല്ല, സ്ത്രീയത്രേ വഞ്ചിക്കപ്പെട്ടു ലംഘനത്തിൽ അകപ്പെട്ടത്. തിമോത്തയോസ് 2-ാം അധ്യായം 13-14 വചനങ്ങൾ എന്ന പൗലോസിന്റെ ദൈവശാസ്ത്രത്തിലും കാണുന്നത്. ആദിപാപത്തിന് കാരണക്കാരി സ്ത്രീയാണെന്ന വീക്ഷണം ഈ ആശയത്തിന്റെ സ്വാധീനത്തിൽ നിന്നുണ്ടായതാണ്. ആദിപാപമെന്ന അടിസ്ഥാന സങ്കല്പത്തിന്റെ വെളിച്ചത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭ സ്ത്രീയെ പാപഹേതുവായി കരുതിയത് സ്വാഭാവികം. അതുകൊണ്ടാണ് സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. കൊരിന്ത്യർ 7:1. ആദ്യകാല സഭാപിതാക്കളിൽ ഒരാളായ തെർത്തുല്യന്റെ വാക്കുകളിൽ ഇക്കാര്യം പ്രകടമാണ്. നിങ്ങളെല്ലാം ഓരോ ഹവ്വമാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങളുടെ ലിംഗത്തിന്മേലുള്ള ദൈവവിധി നമ്മുടെ കാലത്ത് പോലും നിലനിൽക്കുന്നുവെന്നതിനാൽ ആ അപരാധവും ഇന്നും നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളാണ് പിശാചിനുള്ള വാതിൽ തുറന്നുകൊടുത്തത്. നിങ്ങളാണ് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ കനി ആദ്യമായി പരിചിച്ചത്. നിങ്ങളാണ് ദൈവിക നിയമത്തെ ആദ്യമായി ലംഘിച്ചത്. പിശാചിന് അത്ര പെട്ടെന്ന് ആക്രമിക്കാനാകാത്ത അവനെ പ്രലോഭിപ്പിച്ചത് നിങ്ങളാണ്. മനുഷ്യനെന്ന ദൈവത്തിന്റെ ഛായയെ നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിപ്പിച്ചത്. നിങ്ങളുടെ പ്രവർത്തന ഫലത്താലാണ് മരണമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ദൈവപുത്രന് മരിക്കേണ്ടി വന്നത്. ദ അപ്പീൽ ഓഫ് ഹ്യൂമൻ, ബുക്ക് 1, ചാപ്റ്റർ 1. ഹവ്വ പഴം തിന്നുകയും ആദമിന് കൊടുക്കുകയും ചെയ്തുവെന്ന് ഖുർആനിൽ എവിടെയുമില്ല. ഹവ്വ ഇല്ലായിരുന്നുവെങ്കിൽ സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിക്കുമായിരുന്നില്ല എന്ന അബൂ ഹുറൈറയിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത നബിവചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ആദിമാതാവിനാണ് ആദ്യം വിലക്കപ്പെട്ട കനി തിന്നുവാൻ ആഗ്രഹം തോന്നിയതെന്നും അവരാണ് തന്റെ ഇണയെ അതിലേക്ക് പ്രലോഭിച്ചതെന്നും പറയുന്നുണ്ട്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി, ഫത്ഹുൽ ബാരി 3152. ഇതിൽ നിന്ന് പിശാച് ആദ്യം പ്രലോഭിപ്പിച്ചത് ഹവ്വയെയും അവരെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമതായാണ് ആദമിനെ പ്രലോഭിപ്പിച്ചത് എന്ന് മാത്രമേ വരുന്നുള്ളൂ. ആദ്യം ആര് പ്രലോഭിക്കപ്പെട്ടതാണെങ്കിലും കുറ്റം ചെയ്തത് രണ്ടുപേരും ഒരുമിച്ചാണ്. രണ്ടുപേരെയും ചെകുത്താൻ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞുവെന്ന ഖുർആൻ പരാമർശത്തിൽ നിന്ന് അത് വ്യക്തമാണ്. പൈശാചിക പ്രലോഭനത്തെപ്പറ്റി പ്രത്യേകമായി എടുത്തു പറയുമ്പോഴെല്ലാം ആദാമിനെയാണ് ഖുർആൻ പരാമർശിക്കുന്നതെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അപ്പോൾ ചെകുത്താൻ അദ്ദേഹത്തോട് മന്ത്രിച്ചു. അവൻ പറഞ്ഞു, ആദമേ, അനശ്വരതയുടെ മരത്തിലേക്കും ക്ഷയിക്കാത്ത ആധിപത്യത്തിലേക്കും ഞാൻ നിനക്ക് വഴി കാണിച്ചു തരട്ടെയോ? അങ്ങനെ അവർ ആ മരത്തിൽ നിന്ന് ഭുജിച്ചു. അപ്പോൾ രണ്ടുപേർക്കും തങ്ങളുടെ നാണം വെളിപ്പെടുകയും തോട്ടത്തിലെ ഇലകൾ ഉപയോഗിച്ച് സ്വന്തം ദേഹം അവർ പൊതിയാൻ ആരംഭിക്കുകയും ചെയ്തു. ആദം അദ്ദേഹത്തിന്റെ നാഥനോട് അനുസരണക്കേട് കാണിക്കുകയും അതുവഴി പിഴയ്ക്കുകയും ചെയ്തു. 20-ാം അധ്യായം 120-121 സൂക്തങ്ങൾ. ആദ്യം പ്രലോഭിക്കപ്പെട്ടത് ആരു തന്നെയാണെങ്കിലും കുറ്റകൃത്യത്തിന് രണ്ടുപേർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഇണയെക്കൂടി തിന്മയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കേണ്ട ആദ്യ പിതാവ് ഇണയുടെ താല്പര്യത്തിന് വശംവദനായി തിന്മയിൽ അകപ്പെട്ടതാണെങ്കിൽ പോലും ഒന്നാമത്തെ കുറ്റവാളി അദ്ദേഹം തന്നെയാണെന്നുമാണ് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നത്. ആദി മാതാവിനാലാണ് പാപം മനുഷ്യരിലെത്തിയതെന്നും അതിനാൽ സ്ത്രീകൾ മുഴുവൻ പാപഗ്രസ്തരാണെന്നുമുള്ള വീക്ഷണത്തെ ഖുർആൻ അംഗീകരിക്കുന്നേയില്ല. ദൈവാനുഗ്രഹങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് ആദി മാതാപിതാക്കളെ പുറത്താക്കി ചെകുത്താനാണ്. അതിനുള്ള തന്ത്രങ്ങൾ നെയ്ത അവനാണ് മനുഷ്യന്റെ യഥാർത്ഥ ശത്രു. മനുഷ്യകുലത്തെ ആദ്യത്തെ മാർഗഭ്രംശത്തിലേക്ക് നയിച്ചവൻ. ആ മാർഗഭ്രംശം മൂലം അവർക്ക് നഷ്ടപ്പെട്ടത് സ്വർഗമാണ്. അതിലേക്ക് തന്നെ തിരിച്ചു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെകുത്താന്റെ ദുർബോധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന സന്ദേശം നൽകുന്നുണ്ട് ഈ സംഭവ വിവരണം. സ്വർഗത്തിൽ നിന്നുള്ള ആദമിന്റെ നിഷ്കാസനം അദ്ദേഹത്തിന് നൽകിയ പരീക്ഷണത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടതിനാലുള്ള ശിക്ഷയാണ്. പ്രസ്തുത ശിക്ഷ ആദാമിനും ഇണയ്ക്കും വേണ്ടി മാത്രമുള്ളതാണ്. അവർക്ക് മാത്രമാണ് താൽക്കാലികമായ വാസത്തിന് സ്വർഗം നൽകിയത്. മനുഷ്യരെ സൃഷ്ടിച്ചത് സ്വർഗത്തിലേക്ക് വേണ്ടിയല്ല, പ്രത്യുത ഭൂമിയിലേക്ക് വേണ്ടിയാണെന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. 2-ാം അധ്യായം 30-ാം സൂക്തം. സ്വർഗവാസം ആദി മാതാപിതാക്കൾക്കുള്ള ഒരു പരീക്ഷണമായിരുന്നുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടതിനാൽ എവിടേക്ക് വേണ്ടിയാണോ മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് അവിടേക്ക് തന്നെ ആദമും ഹവ്വയും നിയോഗിതരാവുകയാണ്. ഭൂമിയിലാണ് നിങ്ങളുടെ വാസസ്ഥലം. ഒരു നിശ്ചിത കാലം വരെയുള്ള ജീവിത വിഭവങ്ങളുമുണ്ട്. ഭൂമിയിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾക്കുള്ള വാസസ്ഥലം ഇനി ഭൂമി തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് ശാശ്വത വാസമൊന്നുമില്ല. ഭൂമിയിലെ മനുഷ്യരുടെ ജീവിത വിഭവങ്ങൾ നിശ്ചിതമാണ്. നിർണയിക്കപ്പെട്ട ആ വിഭവകാലം കഴിഞ്ഞാൽ ഓരോരുത്തരും മടങ്ങിപ്പോകണമെന്ന സൂചന നൽകിക്കൊണ്ടാണ് വചനം അവസാനിക്കുന്നത്.
ആദമിന്റെയും ഇണയുടെയും വീഴ്ചയെക്കുറിച്ച് പറയുന്നതിനിടയിൽ നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളാണ് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചായിരിക്കും? ഒന്നാമതായി സ്വാതന്ത്ര്യം നൽകപ്പെട്ട രണ്ട് സൃഷ്ടി വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുത. ആദ്യ മനുഷ്യനായ ആദമിനോട് ശത്രുത പ്രഖ്യാപിച്ച ജിന്ന് നേതാവായ ഇബ്ലീസിന്റെ ശത്രുത ജിന്നുവർഗം മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. അവരിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചവരൊഴികെ. ഇബ്ലീസിന്റെ പണിയാളുകളായ മനുഷ്യരിൽ ചിലർ സത്യവിശ്വാസികളോട് ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നു. സകല നന്മകൾക്ക് മുമ്പിൽ ശാസ്ത്രവുമായി നിലയുറപ്പിക്കുന്നത് അത്തരക്കാരാണ്. സന്മാർഗാനുസാരികളുമായി അധർമ്മത്തിന്റെ ആളുകൾ കലാപത്തിൽ ഏർപ്പെടുന്നതും അവരെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്നതുമെല്ലാം ഈ ശത്രുത കൊണ്ടാണ്. പാരസ്പര്യത്തിൽ ജീവിക്കേണ്ട സ്ത്രീയും പുരുഷനും ചിലപ്പോഴെല്ലാം ശത്രുതയിലായിത്തീരുന്നു. വിശ്വാസികളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. 64 അധ്യായം 14 സൂക്തം എന്ന ഖുർആനിന്റെ മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ്. വിശ്വാസത്തിന്റെയോ സ്വഭാവത്തിന്റെയോ അവകാശങ്ങളുടെയോ പേരിലാകാം ഈ ശത്രുത. എന്തു തന്നെയായിരുന്നാലും പരസ്പരമുള്ള ശത്രുത ഭൂമിയുടെ സ്വാഭാവികതയാണ്. അത് ഇല്ലാതാക്കാൻ കഴിയില്ല. ഏതു രൂപത്തിലുള്ള ശത്രുതകളും ഉണ്ടെങ്കിലും ശരിയുടെ ഭാഗത്ത് നിലയുറപ്പിക്കുകയാണ് രക്ഷയാഗ്രഹിക്കുന്ന മനുഷ്യരുടെ ധർമ്മം. തിന്മയുടെ വക്താക്കളുടെ ശത്രുത ഭയക്കുകയോ അവരുമായി രമ്യതയിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അവരുടെ ശത്രുത ഇല്ലാതെയാവുകയുമില്ല. ഭൂമിയുള്ളിടത്തോളം അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഭൂമിയിലേക്ക് മനുഷ്യരെ പറഞ്ഞയക്കുമ്പോൾ പടച്ചവൻ തന്നെ പറഞ്ഞുകൊടുത്തതാണിത്.